ഹമീദ് മാമു എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നമ്മൾ പൊതുവെ കാണാറുള്ള ഒരു കാര്യമാണ്. മേലുദ്യോഗസ്ഥനായ പോലീസുകാരനെ കീഴുദ്യോഗസ്ഥനായ പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സല്യൂട്ട് അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും ആരൊക്കെയാണ് സല്യൂട്ട് ചെയ്യേണ്ടതെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവരും നൽകുന്നുണ്ട്. അതിനെല്ലാം ഞാൻ വളരെയധികം നന്ദിയുള്ളവനായിരിക്കും. അപ്പോൾ നിയമപരമായ വീഡിയോകളാണ് ഞാൻ മിക്കതും ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമ പരിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സല്യൂട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ, അതിന് ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ പോലീസുകാർക്ക് അവർ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾ ഇത് കുറച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മേലുദ്യോഗസ്ഥനെ വണങ്ങുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സല്യൂട്ട് നൽകുന്നത്. സല്യൂട്ട് സാധാരണയായി നൽകുന്നത് അറ്റൻഷനിൽ നിന്നുകൊണ്ടാണ് കീഴുദ്യോഗസ്ഥനായ പോലീസുകാരൻ മേലുദ്യോഗസ്ഥനായ പോലീസുകാരനോട് സല്യൂട്ട് ചെയ്യേണ്ടത്. സല്യൂട്ട് ചെയ്യുമ്പോൾ അറ്റൻഷനായിട്ട് നിന്നുകൊണ്ട് വലത് കൈ മേലേക്ക് നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് വീശി കൊണ്ടുവന്ന് പുരികത്തിന് 6 ഇഞ്ച് വ്യത്യാസത്തിൽ ഡിസ്റ്റൻസിൽ വേണം കൈപ്പത്തി കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കൊണ്ടുവന്ന് അഭിവാദ്യം ചെയ്ത്, അറ്റൻഷനിൽ നിന്നുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, അഭിവാദ്യം ചെയ്ത് അതുപോലെ തന്നെ കൈ തിരിച്ച് കൈ വെട്ടിയിട്ടതുപോലെ ചുരുക്കി താഴത്തേക്ക് കൊണ്ടുവരണം. മറ്റേത് കൈ എടുത്ത് കൊണ്ടുവരുമ്പോൾ വീശിക്ക് വേണം കൊണ്ടുവരാനായിട്ട്. താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൈ വെട്ടിയിട്ടതുപോലെ താഴത്തേക്ക് പതുക്കെ കൊണ്ടുവരണം. അതുപോലെ തന്നെ തൊപ്പിക്ക് ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ വേണം കൈ നിർത്താനായിട്ട്. തൊപ്പിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ രീതി. ഈ സല്യൂട്ട് ചെയ്യുമ്പോൾ വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ ഹാൾട്ടാവുന്നതിന് മുമ്പ് തന്നെ സല്യൂട്ട് ചെയ്യാതിരിക്കുക. കൈകൾ ചലിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഉപ്പൂറ്റി കൊണ്ട് ഒച്ച വെക്കാതിരിക്കുക. ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥൻ്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് നേരെ നോക്കി വേണം സല്യൂട്ട് ചെയ്യാനായിട്ട്. മേലുദ്യോഗസ്ഥൻ്റെ റൂമിലേക്ക് ഒരു കീഴുദ്യോഗസ്ഥനായ പോലീസുകാരൻ ചെല്ലുമ്പോൾ അദ്ദേഹം സല്യൂട്ടിൽ അറ്റൻഷനായിട്ട് നിന്നുകൊണ്ട് വേണം സല്യൂട്ട് ചെയ്യാൻ. അങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോൾ മേലുദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ടും കസേരയിൽ ഇരിക്കുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ അദ്ദേഹം സ്റ്റാൻഡ് അറ്റ് ഈസ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഇരിക്കാൻ പറയുകയോ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തൊപ്പി തലയിൽ നിന്ന് എടുക്കണം. തൊപ്പി തലയിൽ നിന്ന് എടുത്തിട്ട് അത് കസേര താഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരിക്കലും ആ തൊപ്പി മേലുദ്യോഗസ്ഥൻ്റെ മേശപ്പുറത്ത് നിങ്ങൾ വെക്കരുത്. അത് നിയമമാണ്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പൊതു സ്ഥലത്ത് വെച്ച് പോലീസുകാരെ മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അവിടെ നിന്ന് നടന്നു തന്നെ ഇരിക്കും. അപ്പോൾ കീഴുദ്യോഗസ്ഥനായ പോലീസുകാരൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കടന്ന് 2 അടി മുമ്പിലെത്തുമ്പോൾ തന്നെ അറ്റൻഷനിൽ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യണം. അതിനുശേഷം അദ്ദേഹം കടന്ന് പോയി ഒരു 6 അടി ഡിസ്റ്റൻസിലേക്ക് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ സല്യൂട്ടിൽ നിന്ന് അറ്റൻഷനിൽ നിന്ന് ഈ കീഴുദ്യോഗസ്ഥൻ വിരമിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ
കയ്യിൽ ആ സമയത്ത് ചിലപ്പോൾ ലാത്തി ഉണ്ടാവും. മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് വരുമ്പോൾ ലാത്തി ഉണ്ടെങ്കിൽ അത് വലത് കയ്യിലാണെങ്കിൽ ഇടത് കയ്യിലേക്ക് ആ ലാത്തി മാറ്റിയിട്ട് വേണം കീഴുദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്യേണ്ടത്. സല്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥൻ തിരിച്ച് പ്രത്യഭിവാദം ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ നിങ്ങളോടുള്ള ദയവിതൊന്നും കൊണ്ടല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഔപചാരികതയാണ്. തിരിച്ച് നമ്മൾ പ്രത്യഭിവാദം ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ട്രാഫിക് സിഗ്നലിലൊക്കെ കാണും. ട്രാഫിക് സിഗ്നലിൽ ഒക്കെ പോലീസുകാർ സാധാരണ കോൺസ്റ്റബിൾമാരിൽ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരിൽ നിന്ന് റൂട്ട് ബന്ദോബസ്ത് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഇവർ ആ ജോലിയിൽ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ മേലുദ്യോഗസ്ഥൻ കടന്നു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് സല്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ട്രാഫിക് ഡ്യൂട്ടിയിടയിൽ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് അറ്റൻഷനിൽ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യേണ്ടതാകുന്നു. അതുപോലെ തന്നെ ആർമി കമാൻഡൻ്റ്, ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരെ സല്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അതെല്ലാവരും വേണ്ട. ലഫ്റ്റനൻറ്റ് കമാൻഡ് അങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ മാത്രം അങ്ങനെ സല്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു DGP IG പോലുള്ള ആരെങ്കിലും കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു VIP സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു VIP കാറിൽ വരികയാണെങ്കിൽ അദ്ദേഹം നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ ആ കാറിൽ ചില പതാക ഉണ്ടാവും. ആ പതാക നോക്കിയിട്ട് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരായ പോലീസുകാരും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ റോഡരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പതാക നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മൾ അറ്റൻഷനിൽ നിന്ന് സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ശവസംസ്കാര ചടങ്ങ്, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. അപ്പോൾ ആ ശവസംസ്കാര ചടങ്ങിൽ അവിടെ ഒരുപാട് ചിലപ്പോൾ പോലീസുകാരുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഇത് കൊടുക്കാനായിട്ട് സല്യൂട്ട് ശവസംസ്കാരം മരണപ്പെട്ട ആൾക്ക് ആദരിക്കാനായിട്ടുള്ളൊരു ചടങ്ങായിരിക്കും അവിടെ നടക്കുന്നത്. ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരിക്കും ആ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാൻ വന്നത്. ആ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് അവിടെ കാണുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അവിടെ വെച്ച് കീഴുദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ശവസംസ്കാര ചടങ്ങിൽ ലാസ്റ്റ് പോസ്റ്റിൽ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും അറ്റൻഷനിൽ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിലാണ് ശവസംസ്കാര ചടങ്ങ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നടക്കുന്നതെങ്കിൽ അവിടെ തൊപ്പി തലയിൽ നിന്ന് ഊരണമെന്ന് ഒരു നിയമമുണ്ട്. അപ്പോൾ തൊപ്പി തലയിൽ നിന്ന് ഊരിയിരിക്കണം ആ ക്രിസ്ത്യൻ പള്ളികളിലുള്ള ശ്മശാനങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവേശിക്കുമ്പോൾ. അടുത്തതായിട്ട് കോടതികളിൽ നമ്മൾ പോലീസുകാരെ കാണാറുണ്ട്. പോലീസുകാർ കോടതിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതിയെ വന്നിക്കണമെന്ന് മാൻഡേറ്ററിയാണ്. അപ്പോൾ കോടതിയിലെ ന്യായാധിപൻ വന്ന് ആസനസ്ഥനാകുമ്പോൾ പോലീസുകാർ സല്യൂട്ട് ചെയ്യണം, അറ്റൻഷനിൽ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ കോടതിക്ക് വെളിയിൽ ഒരു ജൂനിയർ മജിസ്ട്രേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് വെളിയിലാണെങ്കിൽ ജൂനിയർ മജിസ്ട്രേറ്റ് ആണെങ്കിൽ സല്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് മറ്റുള്ള SP റാങ്കിന് മുകളിലുള്ള പോലീസുകാർക്കാണ് ബാധകമായിട്ടുള്ളത്. താഴെ പോലീസിൽ റാങ്കിലുള്ളവർക്ക്, ഉയർന്ന റാങ്കിലുള്ളവർക്ക് മാത്രമേ ജൂനിയർ മജിസ്ട്രേറ്റ്മാരെ സല്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേസമയം കീഴുദ്യോഗസ്ഥന്മാർ ജൂനിയർ മജിസ്ട്രേറ്റ്മാരെ കണ്ടാൽ സല്യൂട്ട് ചെയ്തിരിക്കണം. അത് പുറത്ത് വെച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. കോടതിക്ക് ഉള്ളിലാണെങ്കിൽ എല്ലാ പോലീസുകാരും എല്ലാവരും സല്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് സല്യൂട്ട് ചെയ്യേണ്ട നിയമങ്ങൾ. പിന്നെ കുറച്ച് നിയമങ്ങൾ വേറെ ഉണ്ട്. അത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഇന്ത്യൻ ആർമിയിൽ
മറ്റേ എയർഫോഴ്സ്, അതുപോലെ തന്നെ നേവി, ഇവർക്കൊക്കെ പല രീതിയിലാണ് സല്യൂട്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലും സല്യൂട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പരേഡ് ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള സല്യൂട്ടുകളും മേലുദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തുതരാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിയമങ്ങളാണുള്ളത്. പരേഡ് ഗ്രൗണ്ടിൽ മാർച്ച് പാസ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള മേലുദ്യോഗസ്ഥന്മാർ വരുമ്പോൾ കീഴുദ്യോഗസ്ഥന്മാർ അത് എന്തൊക്കെ അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. ഈ വീഡിയോ ഇപ്പോൾ ഒരുപാട് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സല്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിയമപരമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്, അത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിയമപരമായ ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പലർക്കും ഞാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ചിലർക്ക് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്കൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കോടതിയിലൊക്കെ ആയിരിക്കും, എനിക്ക് എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. ചിലപ്പോൾ ബിസി ആയിരിക്കും, ക്ലയൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു അതിനായിട്ട് ഒരു റെസ്ട്രിക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ ആ മെമ്പർഷിപ്പ് ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിയമപരമായ ഡൗട്ടുകൾ എൻ്റെ വാട്സപ്പിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഇത് കിട്ടും. എൻ്റെ ഒരു പ്രത്യേകം നിങ്ങളൊരു മെമ്പറാണെന്നുള്ള കാണിക്കുന്ന ഒരു സിമ്പിൾ അതിലുണ്ടാവും. അപ്പോൾ ആ സിമ്പിൾ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളാണെന്നുള്ള രീതിയിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനലിൻ്റെ മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ അങ്ങനെയുള്ളതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് മാത്രമേ അയക്കാം, വിളിക്കാൻ പറ്റില്ല. വാട്സപ്പ് നിങ്ങളുടെ ഡൗട്ടുകൾ വോയിസ് മെസ്സേജിൽ പറയുകയാണെങ്കിൽ അത് മെമ്പർമാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നിയമപരമായ വീഡിയോകളെല്ലാം നിങ്ങൾ കയറി കാണുക. മെമ്പേഴ്സിനാണെങ്കിൽ ആദ്യം കാണാനുള്ള അവസരം ഉണ്ടാകും. അവർക്കെല്ലാ കമൻറ്റുകൾ അവരുടെ കമൻറ്റുകൾ പെട്ടെന്ന് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കാര്യം ഞാൻ ബാധ്യതയാണ്. കാര്യം അവർ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്. കാര്യം അല്ലാതെ വരുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു, കാരണം എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നത് ഞാൻ നിസ്സഹായരാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ വീഡിയോ ഇത്രയും ശ്രമിച്ചതിന് എല്ലാവരും നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി.